കിയാറ നമസ്കാരം. എല്ലാവർക്കും ലിവിങ് മെല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സൂപ്പർ മാരത്തോണിന് പോയാലോ. ന്യൂസിലൻഡിലെ ഓക്ലൻഡിൽ നടക്കുന്ന ഒരു കിടിലൻ മാരത്തോൺ, റൗണ്ട് ദ ബേസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. വെളുപ്പിന് ഒരു 5:30 ആയപ്പം അലാം അടിക്കുന്ന സൗണ്ട് കേട്ട് ചാടി എണീറ്റു. ഉറക്കപ്പച്ചയിൽ പെട്ടെന്ന് റെഡിയായി. 6 മണിയാകുമ്പോൾ ഇറങ്ങണം. ഡ്രൈവ് ചെയ്ത് അവിടെ എത്താൻ 6:30 ആവും. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ പോകുന്നതെന്നറിയാമോ? നമ്മളിപ്പോൾ പോകുന്നത് ഫിനിഷിംഗ് പോയിന്റിലേക്കാണ്. അവിടുന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് ഷട്ടിൽ ബസ്സുകൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം പോകുന്ന ബസ്സുകളിലെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കയറിയിട്ട് സിറ്റിയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം മാരത്തോണിന് പോകേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കുഴഞ്ഞു പോകും. ഓക്ലൻഡ് സിറ്റിയിലുള്ള കെ സ്ട്രീറ്റ് അല്ലെങ്കിൽ സ്പാർക്ക് അറീന എന്ന സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് സെൻറ്റ് ഹേലിയേഴ്സ് എന്നുള്ള സ്ഥലം വരെയാണ് മാരത്തോൺ. 8.4 കിലോമീറ്ററാണ് മാരത്തോണിൻ്റെ ദൂരം. സെൻറ്റ് ഹേലിയേഴ്സിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കാർ പാർക്കിൽ കൊണ്ട് നമ്മൾ വണ്ടി നിർത്തി. വണ്ടിയിൽ നിന്ന് നമ്മുടെ ഷൂസും വെള്ളവും ബാഗും ഒക്കെ എടുത്തു. മാരത്തോണിൻ്റെ നമ്മുടെ ചെസ്റ്റ് നമ്പറുണ്ട്, അത് ഒട്ടിച്ചിട്ട് നമ്മൾ ബസ് കിടക്കുന്നിടത്തോട്ട് നടക്കാൻ തുടങ്ങി. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നല്ല ഭംഗിയുള്ള വീടുകളും മനോഹരമായി അലങ്കരിച്ച ഗാർഡനുമാണ് എല്ലാവർക്കും ഉള്ളത്. ഷട്ടിൽ ബസ് നിർത്തിയിട്ടേക്കുന്ന സ്ട്രീറ്റിനടുത്ത് എത്തുമ്പോഴേക്കും ആളുകളുടെ എണ്ണം കൂടി തുടങ്ങി. ഈ കിടക്കുന്ന ബസ്സുകളൊക്കെ ഓക്ലൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ പബ്ലിക് സർവീസ് ബസ്സുകളാണ്. ഇന്ന് ഈ ബസ്സുകൾ മാരത്തോണിന് വേണ്ടി ഫ്രീ ഷട്ടിൽ സർവീസ് നടത്തുകയാണ്. ഒരുപാട് ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. വരുന്നവർക്കൊക്കെ രാവിലത്തെ ഒരു ഉറക്കക്ഷീണം ഉണ്ടെങ്കിലും എല്ലാവരും നല്ല സ്പിരിറ്റിലാണ്. എല്ലാവരും നല്ല മോട്ടിവേറ്റഡും ഹാപ്പിയാണ്. നമ്മളും നല്ല എക്സൈറ്റഡ് ആണ്. പിന്നെ സമയത്ത് ഓടിയും നടന്നും ഈ മാരത്തോൺ തീർക്കാൻ പറ്റുമെന്നൊരു ചെറിയ ടെൻഷനുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല, മാനേജബിളാണ്. പല പ്രായത്തിലുള്ളവരെയും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരെയും പല ഫിറ്റ്നസ് ലെവലുള്ളവരെയും നമുക്ക് ഇവിടെ കാണാം. ചിലർ കുഞ്ഞു വാവാരം കൊണ്ട് വരുന്നവരുണ്ട്. ബേബീസ് മുതൽ ടീനേജേഴ്സിന് വരെ നമുക്കിവിടെ കാണാം. ഈ ബസ്സുകളൊക്കെ വീൽ ചെയർ ഫ്രണ്ട്ലിയാണ്. ഇതിൻ്റെ ഹൈറ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ വീൽ ചെയറിന് വേണ്ടിയുള്ള റാമ്പും ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്ന ബട്ടൺ ഉണ്ടല്ലോ, അത് ബസ് നിർത്താൻ വേണ്ടിയുള്ള ബട്ടനാണ്. ഇങ്ങനത്തെ ബസ്സുകളിൽ ഡ്രൈവർ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോൾ ഈ ബട്ടണിന് ക്ലിക്ക് ചെയ്താൽ ബസ് നിർത്തി തരും. ഇപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഒരു ഫൺ ഫാക്റ്റായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബസ് അങ്ങനെ പുറപ്പെട്ടിരിക്കുന്നു. 25 മിനിറ്റ് ഉണ്ട് ഇവിടുന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്. ബസ് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഒരുപാട് ആളുകൾ ഗ്രൂപ്പായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് നിൽക്കുന്നു. ഒരുപാട് കമ്പനികൾ ഈ മാരത്തോണിൻ്റെ ഭാഗമാവുന്നുണ്ട്. അവരുടെ എംപ്ലോയീസിനെ ഇതിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. എംപ്ലോയീസിന് ഫ്രീ ആയിട്ട് മാരത്തോണിൽ പങ്കെടുക്കാം. നമ്മളിട്ടിരിക്കുന്നത് അപ്പുവിൻ്റെ കമ്പനി തന്ന ടീഷർട്ടുകളാണ്. കമ്പനിയുടെ വകയായതുകൊണ്ട് നമുക്ക് മാരത്തോണിൽ ഫ്രീ ആയിട്ട് പങ്കെടുക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ തുകയുണ്ട്. ഈ മാരത്തോൺ വഴി കിട്ടുന്ന പൈസ എല്ലാം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് പോകുന്നത്. ഒരുപാട് പേര് അവരുടെ കുടുംബവും കൂടെ വർക്ക് ചെയ്യുന്നവരുടെയും പിന്നെ കൂട്ടുകാരുടെയും കൂടെയൊക്കെ ആയിട്ടാണ് വന്നത്. ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ പങ്കെടുക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു കട കണ്ടുപിടിക്കണം. ഗൂഗിളിൽ കാണിക്കുന്നത് സ്പാർക്ക് അറീനയുടെ മുന്നിൽ ഒരു കഫേ ഉണ്ടെന്നാണ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ കഫേ നോക്കി നടക്കുന്നു. മറ്റുള്ളവർ പല പല ഡയറക്ഷനിലേക്ക് പോയി. നടന്ന് നമ്മൾ സ്പാർക്ക് അറീനയുടെ മുന്നിലെത്തി. കഫേയും കണ്ടുപിടിച്ചു. ആ കാണുന്നതാണ് സ്പാർക്ക് അറീന. ഒരു മൾട്ടിപർപ്പസ് സ്റ്റേഡിയമാണ്. ഇതൊരു ചെറിയ കോഫി ഷോപ്പാണ്. കുറേ ഓഫീസ് ബിൽഡിങ്ങിൻ്റെ താഴെയുള്ളൊരു ചെറിയ കോഫി ഷോപ്പ്. നമ്മളൊരു കോഫിയും ഒരു ചായ ലാറ്റയും ഒരു മഫിനും പിന്നെ ഒരു സാൻഡ്വിച്ചും പറഞ്ഞു. ഒരു വലിയ മാരത്തോണിന് കുറച്ച് മുന്നേ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ലതാണ്. സ്റ്റാർട്ടിംഗ് ലൈനിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു പ്രധാന സ്റ്റോപ്പ് കൂടെ ഉണ്ട്. ഇവിടെ ഒരുപാട് പോർട്ടബിൾ ടോയ്ലറ്റുകൾ വെച്ചിട്ടുണ്ട്. മാരത്തോൺ പ്രമാണിച്ചാണ്.
എന്നാൽ ടോയ്ലറ്റിലൂടെ പോയിട്ട് മാരത്തോണിന് പോകുന്നത് നമ്മൾ തീരുമാനിച്ചു. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നടക്കുമ്പോൾ ഇതൊക്കെയാണ് കാഴ്ച. ചിലർ തണലത്ത് റിലാക്സ് ചെയ്തിരിക്കുന്നു, മറ്റു ചിലർ മാരത്തോണിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. മുന്നോട്ട് നടക്കുമ്പോഴാണ് ഈ സ്ട്രീറ്റ് നമ്മുടെ കണ്ണിൽ പെട്ടത്. നല്ല വാളാർട്ടൊക്കെ ഉള്ളൊരു ഭംഗിയുള്ള സ്ട്രീറ്റ്. ഇത്തിരി നേരം അതൊന്ന് കണ്ടു, ഒരു ഫോട്ടോ എടുത്തു. ആർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ സ്ട്രീറ്റ് ഇഷ്ടപ്പെടും. മുന്നോട്ട് ചെല്ലുന്തോറും പാട്ടുകൾ കേട്ടു തുടങ്ങി, ആൾക്കാരുടെ എണ്ണം കൂടി തുടങ്ങി. അമ്പോ, ആ ജനത്തിരക്കൊന്ന് നോക്കൂ, ഒരു ഉത്സവത്തിനെത്തിയ പോലെ ഇഷ്ടം പോലെ ആൾക്കാർ. എല്ലാവരും ഓടാനും നടക്കാനും ജോഗ് ചെയ്യാനും ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നു. മാരത്തോൺ പോകുന്ന റോഡുകൾ മൊത്തം ബ്ലോക്ക് ചെയ്തേക്കാണ്. ഒരു വണ്ടിക്കും അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇത് സിറ്റിയിലെ ഒരു പ്രധാന റോഡാണ്, അത് ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ്. അതിനാൽ എല്ലാവർക്കും ട്രാഫിക്കിനെ പേടിക്കാതെ സുഖമായിട്ട് മാരത്തോൺ എൻജോയ് ചെയ്യാം. എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്. പല ഏജിലുള്ളവർ, കൂട്ടുകാർ, കൂടെ വർക്ക് ചെയ്യുന്നവർ, കുടുംബാംഗങ്ങൾ. ചിലരാണെങ്കിൽ അവരുടെ ഗ്രൂപ്പിൻ്റെ പാട്ടൊക്കെ പാടി അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യുന്നു. ഇവിടുത്തെ എനർജി നമുക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ട്രാഫിക് ലൈറ്റുകൾ വരെ നമുക്ക് വേണ്ടി ഡാൻസ് ചെയ്യുന്നു. മുന്നിൽ കാണുന്നത് വൂൾസ്വർത്തിൻ്റെ ബിൽഡിംഗ് ആണ്. അതിവിടുത്തെ ഒരു പ്രധാന ഈ സൂപ്പർ മാർക്കറ്റ് ചെയിനുകളുണ്ടല്ലോ, അതിലൊന്നാണ്. അതൊക്കെ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. അവിടെ കൂടെ പോകുന്ന ആൾക്കാരെ ശ്രദ്ധിക്കൂ. പല പല കളറിലെ ഡ്രസ്സുകളും പല പല നിറമുള്ള ഹെയർ സ്റ്റൈലും എല്ലാം ചേർന്ന് ഒരു വൈബ്രൻ്റ് അറ്റ്മോസ്ഫിയറാണ്. കുഞ്ഞു കുട്ടികളെയും കൊണ്ടുവന്ന ഫാമിലികളും ഇവിടെയുണ്ട്. ചില മാതാപിതാക്കൾ സ്ട്രോളറും തള്ളിക്കൊണ്ടാണ് ഓടാനും ജോഗ് ചെയ്യാനും നടക്കാനുമായിട്ട് വന്നത്. ഈ ചെറുപ്രായം മുതലേ ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്യിപ്പിച്ച് കുട്ടികളെ എക്സ്പീരിയൻസ്ഡ് ആക്കുകയാണ്. പിന്നൊരു കാര്യം എടുത്തു പറയേണ്ടത്, പല കോസ്റ്റ്യൂമുകൾ ഇട്ട് വരുന്നവരെയാണ്. സൂപ്പർ ഹീറോസിൻ്റെ കോസ്റ്റ്യൂമും അങ്ങനെ പല പല ഫണ്ണി ആയിട്ടുള്ള കോസ്റ്റ്യൂം ഇട്ട് വരുന്നവരുമുണ്ട്. അതിന് കാരണം ഏറ്റവും നല്ല കോസ്റ്റ്യൂമിനും ഉണ്ട് പ്രൈസ്. നമ്മളും ഡ്രസ്സപ്പ് ചെയ്യണമായിരുന്നല്ലേ, പക്ഷേ രാവിലെ എണീറ്റ് വന്ന പാട് നമുക്കറിയാം, അപ്പോഴാണ് ഇനി ഒരുങ്ങാൻ പോകുന്നത്. അറ്റ്മോസ്ഫിയർ ഇലക്ട്രിക്കാണ്. ആൾക്കാരൊക്കെ ഡാൻസ് ചെയ്യുന്നു, നല്ല കിടില മ്യൂസിക്കും ഭയങ്കര പവർഫുള്ളായിട്ടൊരു എനർജിയാണ് ഇവിടെ ഉള്ളത്. പെട്ടെന്ന് ഇതൊന്ന് സ്റ്റാർട്ടാകാൻ വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഈ മാരത്തോണിന് 3 സെക്ഷനുണ്ട്. ഒന്ന് കോമ്പറ്റീറ്റീവ് റണ്ണേഴ്സും മൊബിലിറ്റിയും, പിന്നെ ജോഗിങ്, പിന്നെ വോക്കേഴ്സ്. മൊബിലിറ്റിക്കും കോമ്പറ്റീറ്റീവ് റണ്ണേഴ്സിനുമാണ് പ്രൈസ് ഉള്ളത്. അവർ ഓടാൻ തുടങ്ങി. എല്ലാവരും അവർക്ക് വേണ്ടി ചിയർ ചെയ്യുന്നു. ഇനി ജോഗേഴ്സിൻ്റെ സമയമാണ്. അവരുടെയും കൗണ്ട് ഡൗൺ തുടങ്ങി. അത് കഴിഞ്ഞ് ഇനി നമ്മുടെ സമയമാണ്. നമ്മളെല്ലാവരും പതിയെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അതാ നോക്കൂ, കുട്ടികൾ സ്ട്രോളറിനകത്തിരിക്കുന്നത്. ചില കുട്ടികൾ അവർ അച്ഛൻ്റെ അമ്മയും കൂടെ നടക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇതൊക്കെ. എനിക്കറിഞ്ഞൂടാ, നമ്മുടെ നാട്ടിലെ പിള്ളേരോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞവർ ചെയ്യുമെന്ന്. വലിയ പാടായിരിക്കും. ലൈവ് വീഡിയോസ് കാണിക്കുന്ന കുറേ സ്ക്രീനുകൾ ഇവിടെ ഉണ്ട്. അതിലൊരെണ്ണത്തിനടിയിൽ പോയി ഞാൻ നിന്നു. അപ്പോഴാണ് നമ്മൾ ഈ പുള്ളിക്കാരനെ കണ്ടത്. ഇവിടുത്തെ ഏതോ ഐലൻഡ് രാജ്യങ്ങളിലെ ട്രഡീഷണൽ വസ്ത്രമാണത്. ഇത് ഏത് ഐലൻഡിലാണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അതാ നമ്മുടെ സമയമായിരിക്കുന്നു. അപ്പു രണ്ടും കൽപ്പിച്ചാണ്. 1 മണിക്കൂറിനുള്ളിൽ തീർക്കണമെന്നാണ് അപ്പുവിൻ്റെ പ്ലാൻ. നല്ല വൈബാണ് ഇവിടെ. തൻ്റെ സഹോദരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി കളിച്ചാണ് കുട്ടികൾ നടക്കുന്നത്. മാലാഖമാരെ പോലെ ഒരുങ്ങി നടക്കുന്ന മറ്റു ചിലർ. പോകുന്ന വഴിയെല്ലാം മ്യൂസിക്കാണ്, മ്യൂസീഷ്യൻസും ഉണ്ട്. അതും പല പല ടൈപ്പ് മ്യൂസിക്കുകളാണ്. അത് നമുക്ക് കൂടുതൽ എനർജി വരികയും ചെയ്യും. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പോർട്ട് ഓഫ് ഓക്ലൻഡാണ്. സാധാരണ ഇവിടെയൊക്കെ നല്ല ട്രാഫിക്കുള്ള ഏരിയ ആണ്, പക്ഷേ ഇന്ന് ഈ റോഡ് മൊത്തം നമ്മുടെയാണ്. വെള്ളം ഒഴുകുന്ന പോലെ ഇങ്ങനെ റോഡിൽ കൂടെ ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഡ്രോണ് മുകളിൽ നിന്ന് നല്ലൊരു വീഡിയോയോ ഫോട്ടോ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഞാനിടയ്ക്ക് സ്ലോ ആവുന്നുണ്ട്, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെയാണ്. എന്നിട്ട് ഇടയ്ക്ക് സ്പീഡ് കൂട്ടി ഓടിച്ചെല്ലും അപ്പുവിൻ്റെ ഒപ്പം എത്താനായിട്ട്.
പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് വന്നു. റണ്ണേഴ്സ് ഇല്ലേ, അവരിലൊരാൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. 8.4 കിലോമീറ്റർ 27 മിനിറ്റും 40 സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു. എന്താ അല്ലേ? കൊപ്പു ഫസ്റ്റ് റണ്ണർ ഇപ്പോൾ ഫിനിഷ് ചെയ്തെന്ന് ഒരു 5 മിനിറ്റ് മുന്നേ. ജൂലിയൻ എന്നാണ് പുള്ളിയുടെ പേര്. 30 to 39 ഏജിനിടയ്ക്കുള്ള ഒരാളാണ്. പ്യുവർ സ്പീഡ്. ഇപ്പോൾ നമ്മൾ നടന്നു നീങ്ങുന്നത് ഒരു നാരോ ലാൻഡിൽ കൂടാണ്. 2 സൈഡിലും വെള്ളം, ഇടയ്ക്ക് ലാൻഡുണ്ട്. അവിടാണ് റോഡും പിന്നെ നടപ്പാതയും ഉള്ളത്. നമ്മളിതാ 1 കിലോമീറ്റർ മാർക്കിലെത്തിയിരിക്കുന്നു. ഇനി വെറും 7.4 കിലോമീറ്റർ മാത്രം. അങ്ങനെ സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടൈപ്പ് മ്യൂസിക് കേൾക്കുന്നത്. നല്ല രസമുണ്ട് കേൾക്കാൻ. അതെന്താണെന്ന് എത്തി നോക്കിയിട്ട് മനസ്സിലായില്ല. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ അങ്ങോട്ട് നടന്നു. അത് ഐലൻഡ് വൈബ്സ് ആണ്. ട്രഡീഷണൽ ഐലൻഡ് മ്യൂസിക്. തടികൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളാണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ചെണ്ടയുണ്ട്. നല്ല രസമുണ്ട് കേൾക്കാൻ. ഒരു വെറൈറ്റിയാണ്. പക്ഷേ ഇത് നമുക്ക് കണ്ടു വയ്ക്കാൻ സമയമില്ല. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് നടന്നു. നല്ല സീനറിയാണ് പോകുന്ന വഴിക്കൊക്കെ. അത് നമുക്ക് ഊർജം നൽകുന്നു. അപ്പുറത്തെ സൈഡിലൊക്കെ ബോട്ട് ക്ലബ്ബുകളുണ്ട്. അതും നോക്കിയൊക്കെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അതേ അപ്പു തിരിച്ചു വരുന്നു. എന്നെ വീണ്ടും പിടിച്ചുകൊണ്ട് പോകാനാണ്. ആ മുന്നിൽ കാണുന്നത് നല്ല മനോഹരമായിട്ടുള്ളൊരു ഓവർ ബ്രിഡ്ജാണ്. നടക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മളത് യൂസ് ചെയ്യുന്നില്ല. കാരണം ഈ റോഡ് മൊത്തം ഇന്ന് നമ്മുടെ ആണല്ലോ. ബ്രിഡ്ജിൻ്റെ താഴെ തന്നെ ഒരു DJ ഉണ്ട്. പുള്ളിയുടെ പാട്ടിന് താളം തുള്ളി എല്ലാവരും നടക്കുന്നു. ഇത്തിരിയൂടെ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു ലൈവ് ബാൻഡ്. അവർ ക്ലാസിക് ഇംഗ്ലീഷ് സോങ്ങുകളാണ് പാടുന്നത്. ഈ റൗണ്ട് ദ ബേസ് എന്ന് പറഞ്ഞ മാരത്തോൺ പ്രോഗ്രാം കഴിഞ്ഞ 53 വർഷമായിട്ട് ഓക്ലൻഡിൽ നടക്കുന്നതാണ്. ഒരു ചെറിയ ഐഡിയ ആയിട്ട് തുടങ്ങിയത് ഇപ്പോൾ വലിയൊരു സ്ട്രീറ്റ് പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. ആദ്യമായിട്ട് വരുന്നവരും 53 വർഷമായിട്ട് ഇത് ചെയ്യുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെ നമ്മൾ 2 കിലോമീറ്ററിൻ്റെ പോയിന്റിലെത്തി. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ നമുക്കിവിടെ നിൽക്കാൻ സമയമില്ല. നമ്മൾ മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ഈ അടുത്ത കാലത്ത് റിനോവേറ്റ് ചെയ്തൊരു പുതിയ വാക്ക് വേ കൂടാണ്. ഒരു സൈഡ് കടലും മറ്റേ സൈഡിൽ ബോട്ട് ക്ലബ്ബും. നടക്കാൻ പറ്റിയ സ്ഥലം. 10,000 ആൾക്കാർ എല്ലാ വർഷവും വരുന്നു നടക്കാനും ഓടാനും ജോഗ് ചെയ്യാനും ആഘോഷിക്കാനുമായിട്ട്. അതും ഓക്ലൻഡിൻ്റെ സ്റ്റണ്ണിങ് വാട്ടർ ഫ്രണ്ടിലൂടെ. ഇത് വെറും ഒരു മാരത്തോൺ അല്ല, ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണത്. ഒരു മറക്കാനാവാത്ത എക്സ്പീരിയൻസ്. മുന്നിൽ പോകുന്ന കുട്ടികളുടെ ഗ്രൂപ്പിൻ്റെ പേരാണ് മില്ലേഴ്സ് കൊമറ്റ്സ്. അവർ ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുന്നു. തുടക്കം മുതൽ അവസാനം വരെ എത്തുക എന്ന് മാത്രമല്ല, ഈ അന്തരീക്ഷത്തിൽ മുഴുകുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഒരു മാറ്റം ഉണ്ടാക്കാൻ കൂടിയാണ് ഈ മാരത്തോൺ നടത്തുന്നത്. ഈ വർഷം ഈ പരിപാടി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 98 ലക്ഷത്തിൽ മേളിൽ ഇന്ത്യൻ റുപ്പീസ് സമ്പാദിച്ചു. അത് വിവിധ ചാരിറ്റി സംഘടനകൾക്ക് വേണ്ടി നൽകുകയും ചെയ്തു. അത് ഇവിടെ വെച്ച് തന്നെയാണ് നൽകിയത്. നമ്മൾ ഏത് പ്രായമായിക്കോട്ടെ, ശാരീരിക ക്ഷമതയുടെ നിലവാരം എങ്ങനെ ആയിക്കോട്ടെ, ഏത് പശ്ചാത്തലത്തിലുള്ളവരായിക്കോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. പരിപാടി നടത്തുന്നവരുടെ ടാഗ് ലൈൻ എന്താണെന്ന് വെച്ചാൽ, അവർ ഈ പരിപാടി ഗൗരവമായിട്ട് എടുക്കുന്നില്ല, നിങ്ങളും ഗൗരവമായിട്ട് എടുക്കരുത്, മാക്സിമം എൻജോയ് ചെയ്യാനാണ് അവർ പറയുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോവാ. നെക്സ്റ്റ് ഹൈക്കിന് പ്രാക്ടീസ് ചെയ്യാൻ പോവാം. നിന്റെ ഗോൾ എന്തോ ഈ വർഷത്തെ ഹൈക്ക് ഗോള്? 20 കിലോമീറ്റേഴ്സ്. അത് എവിടെ? ടൊങ്കറീറോ ക്രോസിംഗ്, ആൽപൈൻ ക്രോസിംഗ്. ഓക്കെ. അപ്പോൾ ഇവിടെ കുറേ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻസ് ഒക്കെ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. മാരത്തോൺ തീരുമ്പോഴേക്കും ആ ഡിസിഷനൊക്കെ അതുപോലെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. അത് അവർക്ക് ഉറപ്പില്ല. പക്ഷെ എന്തായാലും കുറേ തീരുമാനങ്ങൾ പുള്ളിക്കാരി എടുത്തു കഴിഞ്ഞു. ആളിപ്പോഴേ പ്ലാൻ ചെയ്ത് തുടങ്ങി. എല്ലാ വീക്കെൻഡിലും നടക്കാൻ പോകണം. എന്തിനു വേണ്ടിയാ? ഞാൻ നേരത്തെ പറഞ്ഞ ഡിസിഷനില്ലേ, അതെന്താണെന്നല്ലേ? അപ്പുവിന് ടൊങ്കറീറോ ആൽപൈൻ ക്രോസിംഗ് ചെയ്യണം. അത് ന്യൂസിലൻഡിലെ ഇത് വൺ ഓഫ് ദി ഗ്രേറ്റ് വാക്സ് ആണ്. 20 കിലോമീറ്ററോളം മലകൾക്കിടയിലൂടെയും അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലൂടെയൊക്കെ പോകുന്നതാണ് ഈ പരിപാടി. അത് അപ്പുവിന് ഈ വർഷം ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. 1972 ഒരു മാർച്ച് 17 റൗണ്ട് ദ ബേസ് ആദ്യമായിട്ട് തുടങ്ങി. അന്ന് വെറും 700 ആൾക്കാരെ ഓടാൻ വന്നിട്ടുള്ളൂ. പക്ഷേ ഇപ്പം 2025 30,000 ആൾക്കാരാണ് ഈ മാരത്തണിനകത്ത് പങ്കെടുക്കുന്നത്.
പിന്നെ ഇത് കാണാനും നമ്മളെ ചീർ ചെയ്യാൻ വന്നവരുണ്ടല്ലോ, അവരുടെ എണ്ണം അറിയത്തുപോലുമില്ല. അതാ അങ്ങോട്ട് നോക്കൂ, ഒരു കൊച്ചു മനുഷ്യൻ തൻ്റെ സ്കൂട്ടറിൽ ഇങ്ങനെ കത്തിച്ചു വിടുകയാണ്. നല്ല സ്പീഡിൽ ആൾക്കാരുടെ എല്ലാം ഇടയ്ക്കൂടി ഇങ്ങനെ പോകുന്നു. അവൻ്റെ അമ്മയാണെങ്കിൽ സ്ട്രോളറും തള്ളിക്കൊണ്ട് അവൻ്റെ പുറകിൽ ഓടുകയാണ്. അതും നോക്കി നടന്നപ്പോഴാണ് വീണ്ടും ഞാൻ മ്യൂസിക് കേട്ടത്. മ്യൂസിക് കേൾക്കുന്ന സൈഡിലോട്ടാണ് എൻ്റെ വണ്ടിയുടെ ഒരു ചരിവ്. ഇത്ര നേരം ഭയങ്കരമായ വെയിൽ കൊണ്ടാണ് നമ്മൾ നടന്നത്. ഭാഗ്യത്തിന് ഈ പോകുന്ന വഴിക്ക് കുറച്ച് ഷെയ്ഡുണ്ട്, നല്ല മരങ്ങളുള്ളൊരു ഏരിയയാണ്. ഈ മ്യൂസീഷ്യൻസാണ് അതിൻ്റെ അടിയിലുമാണ് ഇരിക്കുന്നത്. നല്ല രസമുള്ളൊരു മ്യൂസിക് ആയിരുന്നു. പോകുന്നവരൊക്കെ അവരുടെ മുന്നിൽ ഡാൻസ് കളിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഇവരെയൊക്കെ പ്രശംസിക്കാനും ആൾക്കാരും മറക്കുന്നില്ല. ആ തണലത്തു നിന്ന് നമ്മൾ വീണ്ടും വെയിലത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. നമ്മളിപ്പോൾ എത്തിയത് ഒക്കാഹു ബീച്ചിലാണ്. നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണിത്. ഈ ബീച്ചിൻ്റെ ഓപ്പോസിറ്റായിട്ട് വലിയൊരു പാർക്കും കുറച്ച് പ്ലേ ഗ്രൗണ്ടും ഒക്കെ ഉണ്ട്. നല്ലൊരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അവിടുന്ന് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് നമ്മൾ സ്കോട്ടിഷ് മ്യൂസിക് കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ നമുക്ക് കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയി. ബാക്ക് പൈപ്സും ഡ്രംസും വെച്ചിട്ടുള്ള മ്യൂസിക്കാണ്. അവർ ട്രഡീഷണൽ ഡ്രസ്സുമാണ് ഇട്ടേക്കുന്നത്. നമുക്കിനി അത് കാണാൻ പോകാം. അവരുടെ തൊട്ടു മുന്നിൽ ഒരു ഡിനോസറും ഗൊറില്ലയും നിന്ന് പരിപാടി ആസ്വദിക്കുന്നു. അവരുടെ തൊട്ടു മുന്നിൽ ഒരു ഡിനോസറും ഗൊറില്ലയും നിന്ന് പരിപാടി ആസ്വദിക്കുന്നു. എനിക്ക് അവരുടെ മാസ്ക് ഇഷ്ടമായി. ഒരു ചെറിയ കപ്പിൽ വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അവിടെയാണ് 4 കിലോമീറ്ററിൻ്റെ പോയിൻറ്റും. നല്ല പ്രോഗ്രസ് ഉണ്ട്. ഇതുവരെ നമ്മൾ തളർന്നില്ല, ഒരു ക്ഷീണവും തോന്നുന്നില്ല. അവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ മാരത്തോണിൻ്റെ പ്രധാന സ്പോൺസേഴ്സിനെ കാണുന്നത്. സദേൺ ക്രോസ് എന്നാണ് ആ കമ്പനിയുടെ പേര്. അതൊരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ്. അവരുടെ ആളുകൾ നമ്മളെ 2 സൈഡിൽ നിന്നും ചിയർ ചെയ്യുന്നു, ഹൈഫൈകൾ തരുന്നു. നല്ല അടിപൊളി ജസ്റ്ററാണ് അവർ കാണിക്കുന്നത്. വളരെ മോട്ടിവേറ്റിങ്ങുമാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറുമാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. നല്ല സന്തോഷത്തോടെ എല്ലാവരും അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു. ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു വെറും മാരത്തോൺ അല്ല, ഇതൊരു ശരിക്കൊരു ഉത്സവം തന്നെയാണ്. ആരോഗ്യത്തിന് വേണ്ടിയുള്ളൊരു ഉത്സവം. അവർക്കൊരു ഹൈഫൈയും കൊടുത്ത് നമ്മളും മുന്നോട്ട് നീങ്ങി. അവിടെയും ട്രഡീഷണൽ ഐലൻഡ് മ്യൂസിക് ഉണ്ട്. അവർക്കും നന്ദിയൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് വലതുവശത്ത് ഈ ഒരു ബിൽഡിംഗ് കാണുന്നത്. ഇത് ഓക്ലൻഡ് അക്വേറിയത്തിൻ്റെ കവാടമാണ്. നമ്മളിതുവരെ ഇവിടെ വന്നിട്ടില്ല, ഒരിക്കൽ ഇവിടെ വരണം. അപ്പു എന്തോ കണ്ടു, എന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അവിടെ 2 ലേഡീസ് ടിൽസിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. ടിൽസ് എന്ന് പറയുന്നത് 2 പോളുകളാണ്. അതിൽ ആൾക്കാരിങ്ങനെ കയറി നിൽക്കും വലിയ ഹൈറ്റിൽ. നമ്മൾ സർക്കസിലൊക്കെ കാണാറുണ്ട്. നല്ല സ്കില്ലും കഴിവും നല്ല പ്രാക്ടീസും വേണം ഇത് പെർഫോം ചെയ്യാനായിട്ട്. ഇവരത് മനോഹരമായി ചെയ്യുന്നുണ്ട്. അവരാണെങ്കിൽ എയറിലേക്ക് ബബിൾസ് വിടുന്നു, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുന്നു. ആൾക്കാരൊക്കെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുന്നു. എയറിലിങ്ങനെ ബബിൾസ് പറന്ന് കിടക്കുന്നതും അതിൻ്റെ ഇടയ്ക്കൂടെ ആൾക്കാർ ഓടുന്നതും ചിലർ ആ ബബിൾ പൊട്ടിക്കാൻ വേണ്ടി കിടന്ന് കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുന്നു. ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പു സ്പീഡിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ഓടിയെത്തണം. അപ്പുവിന് ആവേശം പകരുന്നത് ഈ കാഴ്ചകളും ഈ അറ്റ്മോസ്ഫിയറുമാണ്. ഒരു സൈഡിൽ നല്ല മൗണ്ടൻസും മറ്റേ സൈഡിൽ മനോഹരമായിട്ടുള്ള കടലും. നല്ല സീനറിയാണ്. സൂര്യൻ നമ്മളെ നന്നായിട്ട് തളർത്താൻ നോക്കുന്നുണ്ടെങ്കിലും ഈ കാഴ്ചകളും അറ്റ്മോസ്ഫിയറും കാരണം നമുക്ക് ആ ക്ഷീണം തോന്നില്ല. അതാ മറ്റൊരു ബാൻഡ്. അവർ ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞു, അടുത്ത പെർഫോമൻസിന് വേണ്ടി റെഡി ആവുകയാണ്. അതിൻ്റെ അടുത്തൊരു ആംബുലൻസും ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യാണ്ടാവുകയാണെങ്കിൽ അവരിടപെട്ടോളും. ബാൻഡ് മെമ്പേഴ്സ് നമ്മളെ എൻകറേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരോടും ഹായ് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് സൗണ്ട് കേട്ടത്, ഡ്രമ്മിൻ്റെ സൗണ്ട്. അവർ അടുത്ത പെർഫോമൻസ് തുടങ്ങുകയാണ്. അത് 1-2 സെക്കൻഡ് ഒന്ന് കേട്ടിട്ട് മുന്നിൽ ഈ കാണുന്ന നല്ല ബ്യൂട്ടിഫുൾ സീനറിയും ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് നടത്താൻ തുടങ്ങി. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു 5 കിലോമീറ്ററിൻ്റെ പോയിൻ്റ്. ഇപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഈ മലയുടെ മുകളിൽ കാണുന്നത് ഒരു മെമ്മോറിയൽ പാർക്കാണ്. അതിൻ്റെ മുകളിൽ കയറിയാൽ പാർക്കിൻ്റെ ഭംഗി ആസ്വദിക്കാം, കടൽ കാണാം, പിന്നെ ഓക്ലൻഡ് സിറ്റിയുടെ ഒരു മനോഹരമായ വ്യൂവും അതിൻ്റെ മുകളിൽ നിന്നുണ്ട്. ഒരു സിനിക് സ്പോട്ടാണത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മിഷൻ ബേയിലാണ്.
ഓക്ലൻഡിലെ ഫേമസ് ആയിട്ടുള്ള ബീച്ചുകളിലൊന്നാണ് മിഷൻ ബേ. ഒരു മനോഹരമായ ബ്രിഡ്ജും ഇവിടെ ഉണ്ട്. ചെറിയൊരു ബ്രിഡ്ജാണ്. അതിലൂടെ പോയി കഴിഞ്ഞാൽ ബീച്ചിലും പാർക്കിലും എത്താം. മാരത്തോൺ ശരിക്കും ഈ റോഡിലൂടെയാണ് പോകേണ്ടത്. എന്നാൽ ഒരുപാട് പേർ ഈ പാലത്തിലൂടെ കയറി ബീച്ചിലൂടെയും പാർക്കിലൂടെയും പോകുന്നുണ്ട്. അത് ഈ ഭംഗി ആസ്വദിക്കാനും കൂടെയാണ്. റോഡിലൂടെ പോയാൽ അവിടുത്തെ പെർഫോമൻസുകളും കാണാം. അവിടെയാണ് 6 കിലോമീറ്ററിൻ്റെ പോയിൻ്റ്. നമ്മൾ പാലം കയറി ബീച്ചിലൂടെ പോകാമെന്ന് തീരുമാനിച്ചു. 2 വഴിയും ചെന്നെത്തുന്നത് സെയിം പോയിന്റിലാണ്. പക്ഷെ അതിലേ പോയോണ്ട് ഒരു അബദ്ധം പറ്റിയത്, അപ്പുറത്തെ സൈഡിൽ ബ്രസീൽ നർത്തകിമാരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് നമുക്ക് മിസ്സായി. ലെഫ്റ്റ് സൈഡിലെ ബീച്ചും മറ്റേ സൈഡിലെ പാർക്കും അതിനുള്ളിലെ ഫൗണ്ടനും ഒക്കെ കണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഈ മാരത്തോൺ നടക്കുന്നുണ്ടെന്നറിയാതെ ഇവിടെ കറങ്ങാൻ വന്ന ടൂറിസ്റ്റുകളും പിന്നെ ലോക്കൽസും പോകുന്നവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഇത്ര ആൾക്കാർ, എന്തും ഇവിടെ നടക്കുന്നതെന്ന്. അവർക്കിതൊക്കെ കണ്ടപ്പോഴത്തേക്ക് വണ്ടറടിച്ചു പോയി. പാർക്ക് കഴിഞ്ഞ് മുന്നോട്ട് ചെന്നപ്പോൾ വീണ്ടും അവിടെ ഒരു പെർഫോമൻസ്. അതും ഒരു കുറച്ച് സെക്കൻഡ് നേരം അവിടെ നിന്ന് കണ്ടു. അതും കണ്ടു കഴിഞ്ഞ് അപ്പൂനെ പിടിക്കാനായിട്ട് ഞാൻ മുന്നോട്ട് ഓടി. അത് 7 കിലോമീറ്ററിൻ്റെ മാർക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ ഫിനിഷിംഗ് പോയിൻ്റ് അടുത്തെത്താറായിരിക്കുന്നു. എല്ലാവരുടെയും കൂടെ നമ്മളും മാർച്ച് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതാ വേറൊരു ബാൻഡ്, അവർ അടുത്ത പെർഫോമൻസിന് വേണ്ടി റെഡി ആവുകയാണ്. ഈ ഏരിയയിൽ ഒരുപാട് ഹോട്ടലും അക്കോമഡേഷനും വീടുകളൊക്കെ ഉണ്ട്. അവരെല്ലാം ബാൽക്കണിയിൽ വന്ന് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ്. ചിലർ ഉറക്കെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോഹിമരാമ ബീച്ചിലാണ്. ഒരുപാട് ആളുകൾ വരുന്നതും നല്ല അക്കോമഡേഷനും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉള്ളൊരു ഏരിയയാണിത്. ഈ ഏരിയയിലെല്ലാം നല്ല അടിപൊളി റിച്ച് വീടുകളാണ്. ആ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടില്ലേ മലയുടെ മുകളിൽ, എല്ലാം നല്ല കിടിലൻ വീടുകളാണ്. വീടിൻ്റെ മുന്നിലുള്ള കാഴ്ച നല്ല ബീച്ചും അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നല്ല പച്ചപ്പും പിന്നെ മനോഹരമായ ബിൽഡിങ്ങുകളും. പൊളിയല്ലേ? അവിടുന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ നല്ല മെലോഡിയസ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ മ്യൂസിക് നമ്മൾ കേൾക്കുന്നു. അത് കേട്ടപ്പോഴേ ഒരു ആഫ്രിക്കൻ വൈബ് നമുക്ക് ഫീൽ ചെയ്തു. നല്ല വൈബാണ് ഇവിടെ. ആൾക്കാരൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ ദൂരെ നിന്ന് കണ്ടു. എന്നാൽ നമുക്ക് അത് കണ്ടു കളയാം അല്ലേ? അതൊരു സിംബാബ്വേൻ മ്യൂസിക്കാണ്. ഡ്രംസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കയ്യിൽ ഈ കുലുക്കിക്കൊണ്ട് ഉപയോഗിക്കുന്ന സാധനമല്ലേ, അതാണ് ഹോഷോ. നോമ എന്ന തമ്പ് പിയാനോയുടെ വലിയ വെർഷനും ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതും കേട്ട് നിൽക്കാൻ നമുക്കിനി സമയമില്ല. നമ്മൾക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം. നമ്മൾ മുന്നോട്ട് നടന്നു. അങ്ങനെ 8 കിലോമീറ്ററിൻ്റെ മാർക്ക് എത്തിയിരിക്കുന്നു. ഇനി 400 മീറ്റർ മാത്രം. എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് മ്യൂസിക്കും ആൾക്കാരുടെ ഹാർപ്പൂളിയും കേൾക്കാം. അതങ്ങ് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് വരുന്നതാണ്. ഫിനിഷിംഗ് ലൈൻ്റെ അവിടെ എത്തുമ്പോഴേക്കും ആൾക്കാർ അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. പുറത്ത് നിന്ന് ആൾക്കാർ ചെയർ ചെയ്യുന്നു, കൈയടിക്കുന്നു. മറ്റുള്ളവർ ഫിനിഷ് ചെയ്തതിൻ്റെ സന്തോഷം പ്രകടനം അതിൻ്റെ അപ്പുറത്ത് പോയി നിന്ന് കാണിക്കുന്നു. ബ്ലൂ കളറിലുള്ള കവാടമാണ് ഫിനിഷ് ലൈൻ. ആർക്കും ഫിനിഷ് ചെയ്യാൻ ധൃതിയില്ല. എല്ലാവരും സന്തോഷത്തോടെ എല്ലാവരുടെയും കൂടെ ഹാപ്പി ആയിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. നമ്മളിത് അവിടെ എത്തിയിരിക്കുന്നു. എല്ലാവരുടെ ഇടയിലൂടെ നമ്മൾ ഫിനിഷ് ലൈൻ കടന്നിരിക്കുന്നു. നമ്മൾ ഹാപ്പി, എല്ലാവരും ഹാപ്പി. ഫിനിഷ് ചെയ്ത് എത്ര മണിയായി? എത്ര മണിക്ക് ഫിനിഷ് ചെയ്തേ? നമ്മൾ പറഞ്ഞതിനെക്കാട്ട് മുന്നേ ഫിനിഷ് ചെയ്തില്ലേ? അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തു. സൂര്യൻ നല്ല കത്തിച്ച് നിൽക്കുകയാണ്. സൺബേൺ അടിച്ചില്ലേ കൊള്ളാം. നമ്മൾ പതുക്കെ വീഡിയോ ഒക്കെ എടുത്ത് നന്നായി വെയിലും കൊണ്ടാണ് വന്നത്. ശരിക്കും 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഫിനിഷ് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ 1 മണിക്കൂറും 24 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റിവാർഡ് കളക്ട് ചെയ്യാൻ പോകാം. നമ്മുടെ മെഡൽസ്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും മെഡൽ കിട്ടും. നമ്മൾ പാർക്കിലേക്ക് നടന്നു കയറി അവിടെ നമ്മുടെ മെഡൽ മേടിച്ചു. ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. ഫുഡ് ട്രക്കുകളുണ്ട്, മസാജ് ഉണ്ട്, പിന്നെ ഐസ് ബാത്ത്, അങ്ങനെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കമ്പനികളുടെ സ്റ്റേഷൻസ് കൂടെ ഉണ്ട്. അവിടെ അവരുടെ എംപ്ലോയീസിന് ഫ്രീ ഫുഡും ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ബീച്ചിനടുത്തേക്കാണ് പോകുന്നത്. കുറച്ച് നേരം അവിടെ പോയിരിക്കാനായിട്ട്. ടീനേജ് മ്യൂട്ടൻ്റ് നിഞ്ച ടർട്ടിൽസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ കുറേ ബിരുദന്മാർ. അവരെയും പിന്നിലാക്കി നമ്മൾ ബീച്ചിനടുത്തേക്ക് നടക്കുകയാണ്.
കുറേ പേർ തറയിലൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ്. കുറച്ച് പേര് ഓൾറെഡി വെള്ളത്തിൽ ചാടി കടലിൽ. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റികൾ നടക്കുന്നു. ചിലർ ബിയർ കുടിക്കുന്നു, ചിലർ ഫുഡ് കഴിക്കുന്നു, കുട്ടികളൊക്കെ ഓടിച്ചാടി നടക്കുന്നു. ഇത്രയും ജനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല. ആൾക്കാർ തമ്മിൽ വഴക്ക് കൂടുന്നില്ല, അടികളൊന്നും ഉണ്ടാകുന്നില്ല. എല്ലാവരും സന്തോഷമായിട്ട് ഈ ഉത്സവം ആഘോഷിക്കുന്നു. ഇത്രയും നടന്ന് ക്ഷീണിച്ചതല്ലേ, നമ്മളൊരു മാരത്തോൺ ചെയ്തതല്ലേ, തനിക്കൊരു ഐസ്ക്രീം വേണമെന്ന് അപ്പൂനൊരാഗ്രഹം. അങ്ങനെ ഐസ്ക്രീം മേടിക്കാനായിട്ട് ഷോപ്പുകളുള്ള സ്ട്രീറ്റിലോട്ടാണ് നമ്മൾ പോയത്. അവിടുന്ന് റിയൽ ഫ്രൂട്ട് ഐസ്ക്രീമും എനിക്കൊരു സാധാ ഐസ്ക്രീമും അടുത്തൊരു ബേക്കറിയിൽ നിന്ന് കഴിക്കാൻ ഒരു ബണ്ണും മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി നേരെ ബീച്ചിലേക്ക് യാത്രയായി. അങ്ങനെ ബീച്ചിൽ പോയി നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചു. അവിടെ ഇരുന്നു കുറച്ച് നേരം ഐസ്ക്രീമും ഈ കാഴ്ചകളും ഈ എക്സ്പീരിയൻസും ഒക്കെ ഒന്നുകൂടെ എൻജോയ് ചെയ്തു. അല്പസമയത്തിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകാനായി തീരുമാനിച്ചു. വീട്ടിൽ ചെന്നിട്ടാണ് ഇനി ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടികളുള്ളത്. തുണി നനപ്പും കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെയുള്ള സ്ഥിരം വീക്കെൻഡ് പരിപാടി. ഒരു മാരത്തോൺ നടക്കുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ചെയ്യാൻ. ബേക്കറിയിൽ നിന്ന് മേടിച്ച ബന്നുകളൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ കാറിനടുത്തേക്ക് നടന്നു തുടങ്ങി. കയ്യിലുള്ള കുപ്പിയിലെ വെള്ളമൊക്കെ ഒറ്റയടിക്ക് കുടിച്ചു ചേർത്തു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ചെയ്തിട്ടുള്ള മാരത്തോണിൻ്റെ ഡീറ്റെയിൽസ് വല്ലതും ഉണ്ടെങ്കിൽ അതും പറയാൻ മറക്കല്ലേ. താങ്ക് യു. How was the run? റണ്ണ് വാസ് അടിപൊളി. Did we win? റണ്ണ് അടിപൊളിയായിരുന്നു. നമ്മൾ തോറ്റില്ല. 1 hour 24 minutes കംപ്ലീറ്റ് ചെയ്തു. അതെ.